അവനെ മനസ്സിലാക്കാനും പറ്റില്ല. ഇതുവരെയും എനിക്ക് നന്ദുവിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. നല്ല കച്ചറയാണ്, നല്ല അലമ്പാണ്. നന്ദുപാപ്പ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ഫേമസ് ഒക്കെ ആയേ, അല്ലേ ഞാൻ ഇങ്ങനെ ഇതിലെ കൂടെ ഒക്കെ നടക്കുന്നു. അപ്പൊ ഞാൻ താഴേക്ക് ഇറങ്ങിയെന്നോ ഞാൻ ഭയങ്കര തള്ളാണെന്നും പറഞ്ഞുകൊണ്ട് 2 ദിവസം ഒരു സ്വൈര്യം തന്നില്ല. എന്റെ സ്കൂൾ ലൈഫ് ഫുള്ള് എന്നെ സ്കൂളിലാക്കുന്നതും ബസ് പോകുമ്പോൾ എന്നെ എപ്പോഴും കൊണ്ടാക്കി വിടുന്ന ഒക്കെ ഏട്ടനായിരുന്നു. അച്ഛൻ വീട്ടിലില്ല, അപ്പൊ എന്റെ എല്ലാ ആവശ്യത്തിനു വേണ്ടി എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ഏട്ടനായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞെന്ന് പറയാനായി. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങള്. ഇപ്പൊ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുക, കപ്പിള് അല്ല സിംഗിൾ ഇന്റെ എടുക്കണ്ട, ഞാൻ കാണാൻ കളറില്ലാന്ന് പറഞ്ഞല്ലാരും. പക്ഷെ കളറിൽ മാറ്റർ ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കല്യാണം ഒരു കഥ പോലെ പറയണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. വാച്ചൊരു സുഹൃത്ത് എന്നാണ് ഷൂവും സ്പ്രേയും ഷർട്ടും ഒക്കെ ഞാൻ തന്നെ വാങ്ങിയതാണ്. ഈ ഒരുക്കുന്ന 2 പേരാണ് ജിഷ്ണുവും ആകാശവും. എനിക്ക് ആകെ എപ്പോഴും എന്ത് പറഞ്ഞാലും കൂടെ ഉണ്ടാവുന്ന 2 സുഹൃത്തുക്കൾ. ട്രൗസർ ഇട്ടാണ് ഞാൻ നടക്കലുള്ളത്. ഒരുക്കി തരാൻ എൻ്റെ ചെങ്ങായിമാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് മുണ്ടൂരി പോയി കഴിഞ്ഞാൽ കൊടുക്കേണ്ട സിഗ്നലാണ് കേട്ടോ അതാ ഈ കാണുന്നത്. അറൗണ്ട് 102 ആൾക്കാരാണ് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഉണ്ടാവുക. ഇതാണ് എൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ മോൻ രാജുവേട്ടൻ. എന്ത് പൊട്ടാടിത്തരം ചോദിക്കാണ്ടെങ്കിലും ഞാൻ ഏട്ടൻ്റെ അടുത്താ ചോദിക്കുള്ളത്. കാരണം എനിക്ക് യാതൊരു ധാരണയില്ല ജീവിതത്തിൽ. ഇത് 2 കണ്ണന്മാരാണ്. ഒന്ന് ചെറിയ കണ്ണനും വലിയ കണ്ണനും. ഞാൻ കെട്ടിയിട്ട് വേണം കെട്ടാന്നുള്ള രീതിയിലാണ് 2 പേരും നിൽക്കുന്നത്. 2 പേരും നിങ്ങൾക്ക് അറിയാലോ. ഈ ജന്മം ഞാൻ ചെയ്ത ഏറ്റവും വലിയ പുണ്യം എന്ന് പറഞ്ഞാൽ ഈ ജിഷ്ണു എന്ന് പറഞ്ഞ എൻ്റെ ചെങ്ങായിയാണ്. ഈ കല്യാണം നടക്കാൻ കാരണം ഇവരൊന്നുമല്ല, പക്ഷെ എന്നാലും ഇവനും ഈ കഥയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. ആകാശില്ലെങ്കിൽ ജിഷ്ണുവിനോടാണ് കഥകളൊക്കെ പറയാറ്. എപ്പോഴും ജിഷ്ണുവാണ് എൻ്റെ കൂടെ ഉണ്ടാവാറുള്ളത്. പിന്നെ എൻ്റെ എന്തുമോള്, അവളെല്ലാം ആണ് കേട്ടോ. എൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ, എന്ത് ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ ഒക്കെ ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കാറുണ്ട്. അവളെല്ലാം ആണ്. ഇപ്പതാ ഈ ഷൂട്ട് തരാനടക്കം ഞാൻ പറഞ്ഞാണ്. വെറുതെ ഒരു രസമല്ലേ, ഒരു ഓർമ്മയല്ലേ. അങ്ങനെ ഷൂ ഒക്കെ ഇട്ട് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ വീണ്ടും മുണ്ടൂരി പോയി. മുണ്ടെടുക്കാറില്ല, ട്രൗസർ ഇട്ടല്ലേ ഇടക്കല്ലേ, ഇവനെന്ത് പറയാനാ. ആരാ ഡീപ്പിലുള്ളതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഇവളാണ് എൻ്റെ ഡീപ്പിലുണ്ടാവുക, ഇന്ദുമോള്. അതേപോലെ പാറു എൻ്റെ കസിൻ സിസ്റ്ററാണ്. അവളുണ്ട് കേട്ടോ ഈ ഫംഗ്ഷനിൽ. ഏറ്റവും കൂടുതൽ സ്റ്റാർ വാല്യൂ പേര് ഇവിടെ ഉണ്ട്. വേറെ എന്ത് പറയാ, അപ്പൊ ഇവിടെ പോയി അപ്പുവിന്റെ വീട്ടിലേക്ക് പാറ ആരാ ശരിക്കും? ഞാൻ ആരാന്റെ അലക് പറഞ്ഞിട്ടുണ്ട് കസിൻ ബ്രദർ. ഓക്കെ, അപ്പൊ ഇന്നത്തെ കല്യാണത്തിന് ഞങ്ങൾക്ക് എന്താ അഭിപ്രായം? എന്തിന് ഇന്റെ കല്യാണത്തിന് അടുത്ത സന്തോഷം എന്തിന്? അല്ല അത് കണ്ടോട്ടെ. രാത്രി ഞങ്ങൾ എടുത്ത് സാധനം ഔട്ട് കാണിച്ചുതരാം. അടിപൊളി. ഓളെ എടുത്തതാണ്, ഫുള്ള് കടിച്ച് ഓൾക്കാണ്. ലൈറ്റിങ് ചെയ്ത് ഇതാക്കാനാണ്. ഇത് കണ്ടോ, ഞങ്ങൾ എടുത്ത് എഡിറ്റ് ചെയ്ത സാധനം കണ്ടോ കണ്ടോ. ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് ബ്രൈറ്റ്നസ് കൂട്ടി തരാം. അതാ ഇതുണ്ടോ, സേതായിട്ട് ഞങ്ങൾ തന്നെ എടുത്താണ്. ഇതുമോൾ എടുത്ത ഫോട്ടോസ് ആണ് കണ്ടോ. ഇതൊക്കെ ഞങ്ങൾ തന്നെ കണ്ടോ. എങ്ങനെയുണ്ട് സാധനം? ഇതല്ല വീഡിയോ ഉണ്ട്. ഞങ്ങള് വീഡിയോ എടുത്ത് പക്ഷെ ഒന്നും റിലീസ് ചെയ്തില്ല. ഒക്കെ എടുത്തത് ഓൾ തന്നെയാ. എങ്ങനെയുണ്ട്? ലൈറ്റ് ചെയ്തത് ഫാമിലി ഞാൻ പരിചയപ്പെടുത്തരാം. ഇത് മാളേച്ചി, ഇത് ബീനേച്ചി, പിന്നെ അതേപോലെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഓൾ ഫാമിലി ഉണ്ട്, പിന്നെ എസ്പെഷ്യലി എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ അത് അമ്മ തിരക്കിലാണ്. എനിക്കിവിടെ ഫുഡായിട്ട് ഇവിടെ എന്താ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി കഞ്ഞിയുണ്ട്, പയറുപ്പേരി ഉണ്ട്. ഇന്ന് സ്പെഷ്യലാണ്. എല്ലായിടത്തും ചോറാണ്, പക്ഷെ ചോറുണ്ടാക്കാൻ ടൈം ഗ്യാപ്പ് നമുക്കില്ല. നമുക്ക് തിരക്കുണ്ടല്ലേ അമ്മേ? തിരക്കില്ല അമ്മക്ക്? തിരക്കല്ല, കഞ്ഞി കുടിച്ചാൽ മതിയല്ലോ. ആരോഗ്യത്തിന് നല്ലതല്ലേ? അപ്പൊ കഞ്ഞി പോരെ? കഞ്ഞി മതി. അപ്പൊ കഞ്ഞി, പപ്പടം. എന്താ കഞ്ഞിനെ പറ്റില്ല അഭിപ്രായം? കഞ്ഞി ഭയങ്കര പോഷക സമൃദ്ധമാണ്. വിറ്റാമിൻ എ മുതൽ സെഡ് വരെ. ഇനി കഞ്ഞി ടെക്നിക്കൽ നോളജ് ഉള്ള ആൾക്കാരുണ്ട് അസോസിയേറ്റ് കമ്പനിയിൽ. എന്തായാലും കഞ്ഞിനെ പറ്റി ടെക്നിക്കൽ നോളജ് ഇല്ല. കഞ്ഞിനെ പറ്റി എന്താ? കഞ്ഞി നല്ലതാ. എല്ലാവർക്കും കഞ്ഞി എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു ഭക്ഷണമാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതാണ് എൻ്റെ അച്ഛമ്മയും അമ്മമ്മയും. അമ്മമ്മ പറഞ്ഞാൽ എൻ്റെ വീഡിയോ മെയിനായിട്ട് സ്റ്റാർട്ടിങ് തൊട്ടേ ഞാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ചാനലിൽ ഫസ്റ്റ് തൊട്ടേയുള്ള ആൾക്കാരാണ് അച്ഛമ്മ, അതേപോലെ അമ്മമ്മ. അച്ഛമ്മേൻ്റെ ഒപ്പം ചെയ്ത ആദ്യത്തെ വീഡിയോ ആണ് ഭയങ്കര റീച്ച് ആയി. അച്ഛമ്മേനെ അടുത്ത് പുറത്തെറിയുന്നത്. അച്ഛമ്മയ്ക്കൊക്കെ ഓർമ്മ ഉണ്ടോ അച്ഛമ്മേനെ പുറത്തെറിയുന്നത്? അച്ഛമ്മയ്ക്കൊക്കെ ചെറുങ്ങായ മറക്കൂട്ടോ. അച്ഛമ്മയ്ക്ക് മറവുണ്ട്, അച്ഛനെ എറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അമ്മമ്മയ്ക്ക് പിന്നെ ഓർമ്മ ഉണ്ട്, ഐഡിയ ഉണ്ട്. അമ്മമ്മ പക്ഷെ ഒന്ന് പറയണം, അതിന് ചിരിച്ചാൽ ഇതാണ് അമ്മമ്മ.
അമ്മമ്മേൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. പിന്നെ അതേപോലെ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ കൂടെ ഉള്ള ഒരാളുണ്ട്, അതിൻ്റെ അമ്മച്ചനാണ്. ഫസ്റ്റ് തൊട്ട് ഞങ്ങൾ വീഡിയോ 0 തൊട്ട് സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ എൻ്റെ ഒപ്പം ഉണ്ടാകുന്ന ഒരാളാണ് അമ്മച്ചൻ. എന്താ പറയാനുള്ള കാര്യം പറ്റി? അമ്മച്ച ഒന്നുമില്ലെങ്കിലും അമ്മച്ച ഉണ്ടാവും വീഡിയോക്ക്. പൂളർച്ചൊരു വീഡിയോ വൈറലായി ആ സമയത്ത്. പിന്നെ അതേപോലെ എനിക്ക് ക്യാമറ വാങ്ങി തന്നത്, അതേപോലെ തന്നെ എല്ലാം ടോപ്പാക്കാണ്. ഇനി ഒരു ക്യാമറ വാങ്ങി തരച്ചേ. എല്ലാ കാര്യം അച്ഛനാ വാങ്ങി തന്നതിന് അന്ന് സ്റ്റാർട്ടിങ്. അപ്പൊ അച്ഛനെ സപ്പോർട്ട് കൊണ്ടാണ് യൂട്യൂബറും ഇൻഫ്ലുവൻസറും ഒക്കെ ആവാൻ പറ്റിയ. എന്താ അച്ഛൻ പറയുന്നത്? സന്തോഷമുണ്ട്. സ്വന്തം ഫ്രണ്ടിലാണ് ഞാൻ എത്ര എത്തിയത്. ഒരു കട ഇതിലൊക്കെ അഭിനയിച്ച് ഞങ്ങളെ കൂടെ പെട്ടെന്ന് വൈറലായ ഒരാളുണ്ട്. ബാക്കിൽ വാ. ഇവള് വന്നതിന് ശേഷമാണ് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സോ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സോ ആയിട്ടുള്ളപ്പോൾ പിന്നെ പെട്ടെന്ന് ഒരു 6 ലക്ഷത്തിലേക്ക് എത്തി. അതിന് ശേഷം ഒരാൾ വന്നിട്ടുണ്ട്, ആളെ ഞാൻ കാണിച്ചു. പറഞ്ഞ എന്താ പറയാമല്ലേ? എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അനക്ക് എങ്ങനെ അഭിനയത്തി എങ്ങനെ ഇവിടെ നിങ്ങൾ വിളിച്ചിട്ട് ഇനി ഒരാളുണ്ട്, അമ്മ ഉണ്ട്. അമ്മ കേട്ടോ, ഇതിൽ നമ്മൾ നിന്നുപോയി. കാരണം ഒരാൾ ഗസ്റ്റ് വന്നില്ല. അതാണ് മെയിൻ. 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എത്തിയതിനു ശേഷം നമ്മളെ ചാനലിലേക്ക് ജോയിൻ ചെയ്ത മുത്ത് അപ്പുക്കുട്ടെ പണ്ടോട്ടേ ഉണ്ട്. പക്ഷേ 6 ലക്ഷത്തിന് ശേഷം ജോയിൻ ചെയ്തതിനു ശേഷം ഭയങ്കര വളർച്ചയാണ് ചാനലിൽ. അപ്പു പാറു സീരീസ് ചെയ്തതിനു ശേഷമാണ് ഭയങ്കര റീച്ച് ആയി. ഇവരെ കൂടെ ഒരുമിച്ച് ചേർന്ന് ചെയ്യുമ്പോൾ അപ്പൊ എന്ത് തോന്നുന്നു കല്യാണം ആയിട്ടെന്ന്? വിശക്കുണ്ടോ നമുക്ക്? രാവിലെ കഴിച്ചില്ല. സന്തോഷം. ഇവരൊന്നും പറഞ്ഞാ പറയില്ല, ഇവർ ഡയലോഗ് പറഞ്ഞു കൊടുക്കണം അല്ലേ? കല്യാണം അടിപൊളിയാവും, കളറാവെന്ന് പറയും. കല്യാണം അടിപൊളിയാവും, കളറൊക്കെയോ? പിന്നെ അമ്മ കഴിഞ്ഞില്ല. ഞങ്ങൾ 2000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഞങ്ങൾ ഇൻട്രൂഡർ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായി. അതിൽ ഡയറക്ടർ എഡിറ്റർ എല്ലാ അളിയനാണ്. അന്ന് ഇൻട്രൂഡർ എന്ന് പറഞ്ഞ കൺസെപ്റ്റേ ഒന്നുമില്ല. ഞങ്ങൾ എന്തൊക്കെയോ കാണിച്ചത് തട്ടിക്കൂട്ടി എടുത്തിന് ചാനൽ തുടങ്ങിയപ്പോൾ സമയത്ത്. അപ്പോൾ അളിയനും ഭയങ്കര സപ്പോർട്ടാണ്. അളിയൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു അളിയൻ. എന്താണ് എനിക്കല്ല, അങ്ങനെയല്ല, എല്ലാവരും അളിയന്മാർ തന്നെയാണ്. അളിയൻ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെയാണ്. എവിടെയാണ് ക്യാമ്പ്സിലെ വർക്ക് ചെയ്യുന്നത് ആളിൻ്റെ ഒപ്പം ഫുൾ ടൈം ലൈവായിട്ട് ഉണ്ടാവില്ല കേട്ടോ. അഗ്മനെ എന്ന് പറഞ്ഞ സീരീസ് ഒക്കെ ചെയ്തിട്ടുണ്ടെനി. അപ്പം 5 സീരീസിൽ കുറേ തല്ലുന്നൊരു രംഗങ്ങളും അതിനകത്ത് കുറേ ആടെ സോനയുടെ പോയി സോനു വൈകുന്നേരം വരും. ഇത് സോനുവിൻ്റെ ഏട്ടനാണ് ഗോപു, ഇവനാണ് ശത്രു. അതിനകത്തുള്ള ആ ക്യാരക്ടറൊക്കെ ചെയ്ത ആൾ അവിടെ ഉണ്ട് ഇപ്പോൾ സജീവമായിട്ടല്ലേ. എന്തൊക്കെ ഒന്ന് കല്യാണത്തിന് വേഗം പറയും. അടിപൊളി. എന്ത് പറഞ്ഞാൽ അടിപൊളി. അത് മാത്രമേ പണ്ടും പറയുള്ളൂ ഇപ്പോഴും പറയുള്ളൂ. അമ്മ ഇവിടെ ഉണ്ട്. അമ്മ പോലെ ഇങ്ങോട്ട് വാ. അവിടെ നിക്കി. അമ്മയ്ക്കൊരു കാര്യം പറയണ്ടേ? എന്ത് നിങ്ങൾ അവിടെ നിക്കി. ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ മതി. ഞാൻ അമ്മയ്ക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല, അമ്മ കുറച്ച് സംസാരിക്കും. പക്ഷെ അമ്മയാണ് ചാനൽ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ചാനൽ ഞാമുക്കത്തേര് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് അമ്മ കൂടുതലുണ്ട്. ഞാമുക്കത്തേര് എന്ന ചാനലാണ് തുടങ്ങി. അതിന് ശേഷം ശരത്ത് പൂജ തുടങ്ങിയതിന് ശേഷം പോലും ഞാമുക്കത്തേരായിട്ട് അമ്മ സപ്പോർട്ട്. അമ്മയുടെ ഫേസ് ഒന്നും കാണിച്ചില്ല. അതിൽ 160K ഫോളോവേഴ്സ് ഉണ്ട്. ആ ഫേസ് റിവീൽഡും അല്ല. അപ്പൊ ആ ചാനലിലൊക്കെ ആള് അമ്മയാണ് ഫുള്ള് ഓളിനോൾ. അമ്മ നോക്കി. അന്ന് എനിക്ക് കഞ്ഞിയായിരുന്നു സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്. കഞ്ഞിയും അതേപോലെ തന്നെ ചെറുപയറും ഐറ്റംസും ഒക്കെ കൂടെ ആയിട്ട് അച്ചാറും ഒക്കെ കൂടെ ആയിട്ടുള്ള ഇതാണ് ചേച്ചിയാണ് വിളമ്പിട്ടിരുന്നത്. അങ്ങനെ ഒരു ടൈമായിരുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് എല്ലാ സാധനവും അച്ഛമ്മനോട് വിളമ്പിത്തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് വ്ളോഗ് എടുക്കുന്നുണ്ട്, എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നുണ്ട് അതിനിടയിലും. എന്നൊക്കെ പറഞ്ഞാലും അമ്മയും എല്ലാവരും ഹാപ്പിയാണ്. അമ്മച്ചൻ ഉണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഒരുപാട് സന്തോഷം. അന്ന് ആ കല്യാണത്തിന് ദിവസം സ്പെഷ്യലായിട്ട് അമ്മ കഞ്ഞിയും കാര്യങ്ങളും വെച്ച് നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കി തന്നാണ് സ്പെഷ്യലായിട്ട്. എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിരിക്കുന്ന ആ ഒരു മൊമെന്റ് ലൈഫിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എത്രയോ ടൈം കഴിഞ്ഞിട്ടുണ്ട്. 3 മാസം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ ഓരോ തിരക്കുകളായി. പിന്നെ ഇപ്പോൾ ഒരു പൊങ്കാല സമയമാണ്. ഇപ്പോൾ എനിക്ക് വ്ളോഗൊക്കെ ചെയ്തിട്ട് നോക്കണ്ട, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് പിന്നെയും കയറി വരും. ഇതൊക്കെ ആൾക്കാരുടെ റിയാക്ഷൻസൊക്കെ അങ്ങനെയാണ് ലൈഫിൽ. എന്തായാലും അന്ന് ആ ടൈമിൽ അമ്മച്ചൻ കഞ്ഞിയൊക്കെ വാരിത്തുന്നുണ്ട്. ഇനി അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. അതാണ് അടുത്ത പരിപാടി. ഇടയിൽ കൂടെ ചന്ദനക്കുറി തൊട്ട് കൊടുക്കലും അങ്ങനെയൊക്കെ വന്നിട്ട് അങ്ങനെ പോയിട്ട് ചിലപ്പോൾ കുറച്ച് ലാഗ് ഫീൽ ചെയ്യാം. വിളക്ക് കത്തിക്കുന്ന ചടങ്ങ്, വിളക്ക് കത്തിച്ചിട്ടാണ് ദക്ഷിണ കൊടുക്കുക നമ്മളെ നാട്ടിലൊക്കെ. അല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ അതൊക്കെ വലിയച്ഛനാണ് അവിടെ നിൽക്കുക മെയിനായിട്ട്. അങ്ങനെ അച്ചമ്മയ്ക്കാണ് ആദ്യത്തെ ദക്ഷിണ കൊടുക്കുന്നത്. അച്ചമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അച്ചമ്മയ്ക്ക് ഡൗട്ട് ആവുന്ന രീതി ഞാൻ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ അച്ഛന് ദക്ഷിണ കൊടുത്ത് അച്ഛൻ കാല് പിടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അച്ഛൻ്റെ കൂടെ സന്തോഷത്തോടെ ഒരു ഹഗ്ഗൊക്കെ ചെയ്ത് അങ്ങനെ അച്ഛൻ അങ്ങോട്ട് പോയി. പിന്നെ അമ്മയ്ക്ക്
ദക്ഷിണ കൊടുക്കലായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര അനുഗ്രഹം തരലും കുറേ നേരം ഉണ്ടായിരുന്നു. ഞാൻ മെല്ലെ കട്ട് ചെയ്താട്ടോ. എന്തായാലും ലവ്ലി ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സാണ്. അമ്മയ്ക്ക് ഓരോ ഉമ്മ എടുത്ത്, അമ്മച്ചനായാലും എൻ്റെ എല്ലാത്തിനും എല്ലാവിധ ബ്ലെസ്സിങ്സൊക്കെ തരുന്ന അമ്മച്ചനും അതേപോലെ അമ്മമ്മയായാലും എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മേൻ്റെ കാല് വാരിയാലെന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ എല്ലാം കൊണ്ട് ഹാപ്പി ആയിരുന്നു. പിന്നെ വലിയച്ഛൻ, അച്ഛൻ്റെ ഏട്ടനാട്ടോ അത്, ശ്രീനുലച്ചനാണ്. അംബിക വലിയമ്മ, രാജുലച്ചൻ ഭയങ്കര ക്ലോസ് ആണ്. കണ്ണൻ്റെ അച്ഛൻ, ചേച്ചിയമ്മ, കണ്ണൻ്റെ അമ്മ, പിന്നെ അതാ മാമി, പ്രസന്ന മാമിയാണ്. അങ്ങനെ പിന്നെ അനിയത്തിക്ക് ദക്ഷിണ കൊടുക്കാൻ വേണ്ടി പറഞ്ഞ്, എനിക്കറിയാൻ കൊടുക്കില്ല എന്നൊക്കെ, എന്നാലും അവരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അത് കുഴപ്പമില്ല. ഓളിൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ച് നന്നായി വരട്ടെ, നല്ല കുട്ടിയാവട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയാൽ ഓക്ക് കൊള്ളാം. കൈയൊക്കെ തിന്ന് ഷൈക്കൻ്റെയൊക്കെ തിന്ന് അങ്ങനെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ദക്ഷിണ കഴിഞ്ഞ് പോകണ്ടേ. ആകുമോൻ അറിയാലോ, കുഞ്ഞു വീട്ടിലൊക്കെ കാണുന്നേ. ആളൊക്കെ വന്ന് ഷൈക്കൻ്റെ ഒക്കെ തന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ആ മൂമെന്റ് ആ ദിവസം ഇങ്ങനെ കഴിഞ്ഞ ടൈം പോലെ. ഇതാണ് പൊന്നേച്ചിക്ക് ദക്ഷിണൊക്കെ കൊടുക്കണം. കാരണം ഒരാണ് ഏച്ചിയാണല്ലോ. ഏച്ചിക്കും ദക്ഷിണൊക്കെ കൊടുത്ത് അങ്ങനെ അങ്ങോട്ട് പോണ്ടേ. പിന്നെ അതിന് ശേഷം നേരത്തെ അടുത്ത ആൾ വരുന്നത്, ഇതാണ് അനിയെ, കണ്ണപ്പനാണ്. കണ്ണപ്പനൊക്കെ എൻ്റെ ഓളിനോളാണ്. എല്ലാവരും അങ്ങനെയാണ്. ഞാൻ ഭയങ്കര ഫാമിലിയിൽ അങ്ങനെയാണ്. ചെറിയ കണ്ണെ വലിയ കണ്ണെന്നാണ് വിളിക്കല്. അപ്പോൾ ദക്ഷിണ വേണ്ട, കെട്ടിപ്പിടുത്തം മതി എന്ന് പറഞ്ഞ് അത് കെട്ടിപ്പിടുത്തത്തിൽ അങ്ങ് ഒതുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഓരോ ആൾക്കാർ ഇതായാലും ഉണ്ടായിരുന്നു. എല്ലാവരും അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, രാജുവേട്ടൻ്റെ എല്ലാമാണ്. എല്ലാവരും എൻ്റെ എല്ലാമാണ്. എല്ലാവരും അങ്ങനെയാണ്. ഇതാ രാജുവേട്ടൻ്റെ മോളാണ് ഇവ. പിന്നെ പാപ്പന്മാർ എല്ലാവരും ഉണ്ട്. ഓരോ ആൾക്കാർക്ക് ദക്ഷിണ കൊടുക്കലും ചടങ്ങുകളൊക്കെ ആയിട്ട് ഓരോ ആൾക്കാരോട് കടന്നു വരാൻ പറയുന്നുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒന്നുകൂടെ വീഡിയോയിൽ നിൽക്കാൻ വേണ്ടി പറയാം. അപ്പുക്കുട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പുക്കുട്ടനൊക്കെ എല്ലാവരും ഇങ്ങനെ ചെറിയൊരു ചടങ്ങായിട്ടാണ് നടത്തിയിട്ടോ. അതെല്ലാം പറയാലോ, കുറച്ച് ആൾക്കാരെ വെച്ച് മാത്രം നടത്തിയൊരു പരിപാടിയാണ്. എനിക്ക് അങ്ങനെ നടത്താനാണ് ആഗ്രഹം. അത്ര ആൾക്കാർ മതി, എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ആ ഇവൻറ്റിൽ വന്നാൽ മതി എന്നുള്ളൊരു താല്പര്യമുള്ള ഒരാളാണ്. പിന്നെ അമ്മേൻ്റെ ഏച്ചിയാണ് ബീനേച്ചീൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹങ്ങൾ മേടിച്ച്, അതേപോലെ പാപ്പിയേച്ചീൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹങ്ങൾ മേടിച്ച്. അമ്മയ്ക്ക് 2 ഏച്ചിമാരാണുള്ളത്. അമ്മയാണ് ഏറ്റവും ഉള്ളത്. അതേപോലെ അച്ഛന് 3 ഏട്ടന്മാരും 2 ഏട്ടന്മാരും 1 ഏച്ചിയും. ഇത് പാറുക്കുട്ടിനെ അറിയാതെക്കൂലല്ലോ. പാറുക്കുട്ടി വന്ന് ശേഖരനൊക്കെ തന്ന്. പിന്നെ ഇതാണ് മാളേച്ചി, രാജേട്ടൻ്റെ വൈഫാണ്. അതിനുശേഷം അളിയനും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങി. കുറച്ചൊരു ലേഖായി എന്നറിയാം. അതൊക്കെ നിങ്ങൾ പറയണം. മനോമേച്ചി അപ്പൂൻ്റെ അമ്മയാട്ടോ. അപ്പൂൻ്റെ അമ്മ കണ്ടില്ലേ, അപ്പൂൻ്റെ അമ്മയാണിത്. ഇത് ചിക്കുമേമ്മ നമ്മളെ പാറുക്കുട്ടീൻ്റെ അമ്മയാണ്. ഓക്കെ, ഇതൊക്കെ വലിയച്ചന്മാരാണ്. ഗോപുട്ടനെ അറിയാതെക്കൂലല്ലോ. പിന്നെ മേമ നമ്മളെ ദേവുട്ടി ഉണ്ണീൻ്റെ ഒക്കെ അമ്മയാണ്. പിന്നെ രാജേട്ടനും പിന്നെ കുഞ്ഞുപാപ്പ ഇതാണ്ടോ ഉണ്ണീൻ്റെ അച്ഛൻ. അപ്പോൾ എല്ലാവരും ഉണ്ട്. കുട്ടാപ്പിട്ടേട്ടൻ ഉണ്ടായിന്. പിന്നെ അതേപോലെ ലളിതളയമ്മ ഉണ്ടായിരുന്നു. പിന്നെ ഷോണിമേച്ചി ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് അനുഗ്രഹങ്ങൾ മേടിച്ചത്. ദേവുട്ടിക്ക് അനുഗ്രഹം മേടിക്കാൻ വേണ്ടി പണ്ട് മേടിക്കില്ല. വെറ്റിലൊടുക്കി മുറുക്കല്ലേ അപ്പോൾ ഇവിടെ മുറുക്കിട്ടോ നന്നായിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കേ. എന്ത് പറഞ്ഞാലും ഇതാ കുറേ കസിൻസ് വരാത്തവരുണ്ടായിരുന്നു. അഖിലേച്ചിയാണ്. പ്രതീക്ഷേട്ടനൊന്നും വരാൻ പറ്റില്ല അന്നത്തെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട്. പിന്നെ മാമന്മാർ, ഇത് രതീഷ് മാമനാണ്. പിന്നെ ആശാൻ വന്നിട്ടുണ്ട്, അശ്വലേട്ടെ. ഫുഡൊക്കെ അല്ലല്ല ഇത് പിടിക്കണോ? അല്ല കാരണന്മാരാകുമ്പോ എങ്ങനെയാ? ഓക്കെ, കോഴിക്കോട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും. അതിന് തോന്നി തരുമോ? ഇത് മുറുക്കണം, കൈ തരൂ. തരൂ, ഒരു മിനിറ്റ്. മുറുക്ക എടുക്കണം കേട്ടോ. അതേ വേണം കേട്ടോ. ബിരിയാണി ഉണ്ട്. ഇത് കേൾക്കുന്നുണ്ട് അവിടെ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. ഫ്രണ്ട്സിൽ എൻ്റെ ജിഷ്ണു, ആകാശ് അവരൊക്കെ ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ്. പിന്നെ അങ്ങനെ ടെൻഷൻ ആവുമെന്ന് ടെൻഷൻ ഉണ്ട്. കാരണം എനിക്ക് പണിന്നില്ല. ഈ യൂട്യൂബൊക്കെ ബാനായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കടാ, അതൊക്കെ അത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ സദാ പണിക്കൊക്കെ പോകും. പിന്നെ പെങ്ങളായിട്ട് സംസാരിച്ച് മൊമെന്റ്സ് ആണല്ലോ എല്ലാം ആ ടൈമിൽ. അന്നപ്പോൾ എല്ലാവരുമായിട്ട് സ്നേഹത്തോടെ അങ്ങോട്ട് ഇറങ്ങുക എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഇനി പോവാട്ടോ. കണ്ണപ്പാ സന്തോഷായില്ലേ? അമ്മച്ചി സന്തോഷല്ലേ? അമ്മച്ചി ഹാപ്പി അല്ലേ? ഞങ്ങളിത് അവിടെ നേരെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. കല്യാണം ചടങ്ങുകളിലേക്ക് കിടക്കണ്ടേ. എത്രയൊക്കെ ഇറങ്ങാൻ പോവാണെന്ന് പറഞ്ഞാൽ ഇറങ്ങി എല്ലാവരും കൂടെ കംപ്ലീറ്റ് ആയി വരാൻ കുറച്ച് ടൈം എടുത്തില്ല. ഇനി അങ്ങനെ മെല്ലെ ആയിപ്പോയി അവിടെ നിന്നുള്ള ഇറക്കും കാര്യങ്ങളും കേട്ടോ.
ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം വരെ നടന്നു പോകാനുള്ള പ്ലാനിങ് കേട്ടോ ഞങ്ങൾ. തൊട്ടപ്പുറത്ത് കല്ലൂർ അമ്പലത്തിൽ നിന്നാണ് കല്യാണം, അല്ലാണ്ട് വേറെ ചടങ്ങുകളൊന്നുമില്ല. എല്ലാവരും ഫാമിലി ഓരൊക്കെ മെല്ലെ നടന്നു വരും. ഞങ്ങൾ കുറച്ച് മുന്നിൽ കുറച്ച് സ്ലോ മോഷൻ നടക്കാൻ കുറച്ച് ആൾക്കാർ കിട്ടിയത് അല്ലേ. നടക്കാം വരി ഇറങ്ങാ പറഞ്ഞ അവിടെ ഇറങ്ങി എത്തുന്നില്ല. ഇനി എൻ്റെ പാർട്ണറെ കാണാലോ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്നുള്ളൊരു ഇതിലാണ് നടക്കുന്നത്. ആളവിടെ ഉണ്ടാവും. അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇത് വെറും തുടക്കം മാത്രമോ? അല്ല, എല്ലാവരും കല്യാണം കഴിക്കുന്നത് അതിന് വലിയ സംഭവമൊന്നുമില്ല. ജിഷ്ണു കല്യാണം ഉണ്ടോ? ജിഷ്ണു കല്യാണം കഴിക്കാൻ പൂതിയുണ്ട്, പക്ഷേ കല്യാണം പെണ്ണിട്ടില്ല. പെണ്ണ് കിട്ടിയില്ല കുറേ ആൾക്കാർക്ക്. എൻ്റെ കൂടെ പഠിച്ച കുറേ ആൾക്കാർ പെണ്ണിട്ടാതെ വിഷമമുണ്ട്. എൻ്റെ കൂടെ തന്നെ ഉണ്ട് പേര്. മോനെ ഒരു 22 വയസ്സാവട്ടെ, എൻ്റെ മൈ തിരക്കാക്കിണ്ടാവില്ല. ഷൈജു പാപ്പ ഉണ്ടേനി, ഉണ്ണിമാമ ഉണ്ടേനി, പിന്നെ ആളെ മാമന്മാരും ഫാമിലി മെമ്പേഴ്സൊക്കെ ആളെ വെക്കുകയാണ്. ആള് ഉള്ളിലാണെന്നാണ് നിന്റെ തോന്നലതാ. ഇതാണ് ആളിട്ടോ. വലിയ ഇൻട്രോ ഒന്നും കൊടുക്കാനൊന്നുമില്ല. അതാണ് ദേവുട്ടി, ബാവ, കൃഷ്ണപ്രിയ എന്നാണ് പേര്. വീട്ടിൽ വിളിക്കുന്ന പേരുകളാണ് ആ രണ്ടും. ആ പേരിനെയാണ് ഞാനും വിളിക്കലുള്ളത്. അമ്മമ്മയും അമ്മച്ചനും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ആളെ കണ്ടപ്പോൾ. ആളെ സുന്ദരിയായില്ലേ. എൻ്റെ മുഖം എന്താടാ ഇങ്ങനെ ചീഞ്ഞ് കിടക്കുന്നത്? ഒരു കല്യാണം ഉണ്ടേനി വന്നില്ലല്ലോ, സമയല്ലല്ലേ, തിരക്കില്ല. ശരി. ആ പറഞ്ഞത് മാളിൻ്റെ അടുത്താണ്. മാളിന് കല്യാണത്തിൽ എത്തിച്ചേരാൻ പറ്റിയില്ല. ഇത് തുടങ്ങിയപ്പോൾ ഏതുമല്ല 2019 സ്റ്റാർട്ട് ചെയ്തതാണ്. രജിസ്റ്ററിലെ പേര് കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുകയാണ് എല്ലാവരെയും. എല്ലാവരും അല്ല, അതിനകത്ത് ആവശ്യമുള്ള ഫോർമാലിറ്റീസ് അനുസരിച്ച് പേരുകളും കാര്യങ്ങളും ഫില്ല് ചെയ്ത് പൂരിപ്പിരിച്ച് അതൊന്ന് വേഗം ആക്കി തീർക്കുകയാണ്. ഞങ്ങളങ്ങോട്ട് എഴുതി തീർത്തിട്ട് വേണം നമുക്ക് കല്യാണം കഴിക്കാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവാണ്. അതിൻ്റെ മുമ്പുള്ള കുറച്ച് പ്രൊസീജിയേഴ്സാണ് ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ വിഷ്വൽസൊക്കെ എടുക്കുന്നുണ്ട്. എനിക്കിനി കാണാൻ പറ്റില്ല, അതിൻ്റെ മൊമെൻ്റ് അല്ലേ, അത് വെച്ച് ഞാൻ അങ്ങനെ എടുക്കുകയാണ്. ദയവിട്ട് ഇങ്ങനെ എന്നെ എഴുതി നോക്കേണ്ട ഇടയ്ക്ക് ഞാൻ എടുക്കുന്നത്. ഞാൻ തന്നെ എൻ്റെ സെൽഫി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എനിക്കെന്തോ അങ്ങനെ എടുക്കണം തോന്നി. അന്ന് വ്ളോഗൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ അങ്ങനെ തോന്നി, അങ്ങനെ എടുത്ത്. അതാണ് സംഭവം. സ്റ്റാർട്ടിങ് കണ്ടത് കൊറോണ ടൈമിൻ്റെ ആ തൊട്ട് മുമ്പേ. ബാബ്സ് ബാബ്സിന് എത്ര അല്ലേ എവിടെ? 5 കൊല്ലം. എൻ്റെ 6 കൊല്ലം കേട്ടോ. അപ്പോൾ 6 കൊല്ലമായി. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് അന്ന് കൊറോണൻ്റെ സമയത്ത്, ലോക്ക്ഡൗണിന് മുമ്പായിട്ട് റെയിൽവേ സ്റ്റേഷനിലാണ് കാണുന്നത്. അന്ന് അന്നത്തെ നല്ല വെയിറ്റ് ഉണ്ടായി, നല്ല തടി ഉണ്ടായിന്. അപ്പം മെലിഞ്ഞ് അല്ലേ 80, അത് പറഞ്ഞ ആവശ്യമില്ല, എന്നാലും 96 ഏജ് ഉണ്ടായിന്. ഇപ്പം മെലിഞ്ഞ് സ്ലിം ആയതാണ്. അവൻ്റെ സ്വന്തം പ്രയത്നത്താലാണ് അവൻ ഒരു യൂട്യൂബർ ആയതും അല്ല. പക്ഷെ അവൻ ഇപ്പോഴും ആ പണ്ടത്തെ ആ ഡ്രസ്സ് എവിടെ ഊരിരുന്നത്, എവിടെ നിൽക്കുന്ന അന്നമ്മ ഡ്രസ്സ് മാറ്റി അവിടെ ഒരു ഇതുപോലെ ഇട്ട് അങ്ങോട്ട് പോകും. ഒന്നും എടുത്തേക്കൂല. ഞാൻ മോനെ പറ്റിയിട്ട് ആദ്യം പറയാം. മോനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കിപ്പോഴും എൻ്റെ ഞങ്ങളെ മോൻ നന്ദുട്ടൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അവൻ എന്താണെന്നുള്ളതോ അവൻ്റെ ജീവിതം എന്താണെന്നുള്ളതോ ഇതുവരെ കുറേ കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിലും എനിക്കറിയില്ല മോനെ പറ്റിയിട്ട് എന്താ പറയേണ്ടതെന്നുള്ളത്. ഞാൻ കുറേ എന്തൊക്കെയോ വ്യത്യസ്തമായിട്ടുള്ള കുറേ ചിന്തകൾ, കുറേ ആഗ്രഹങ്ങൾ, അങ്ങനെ വേറൊരു മനുഷ്യൻ, സാധാരണ കാണുന്നൊരു മക്കളെക്കാൾ അപ്പുറമായിട്ടുള്ള വേറൊരു. പിന്നെ അത് മാത്രമല്ല, എന്താ പറയുന്നത്, നമുക്കെന്താ പറയുന്നത്, അല്ല ഞാൻ കണ്ടപ്പോൾ അവളെ കണ്ട് ഇഷ്ടമായി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്ത്. അതിൻ്റെ കുറേ തല്ലുംപിടിയും കച്ചറയും. പിന്നെ ലോങ് ഡിസ്റ്റൻസ് അതിന്. ആള് ആലപ്പുഴക്കാരിയാണ്, ഞാൻ കോഴിക്കോടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാൻ പറ്റില്ല. അതിൻ്റെ കച്ചറി അടിയും വേറെ ഉണ്ടാവാറുണ്ട്. കായ് വർക്കല്ല, അക്ഷരം അറിയില്ല. സ്പെഷ്യലി നിനക്കെന്താ പറയാൻ തന്നെ പറ്റി? ഞാൻ കാണുമ്പോൾ നന്ദു പഠിക്കുകയായിരുന്നു, നന്ദു ഡിപ്ലോമ പഠിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നന്ദു ഇൻറ്റേൺഷിപ്പിന് പോയി. അത് കഴിഞ്ഞാണ് നന്ദു യൂട്യൂബ് തുടങ്ങിയത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒപ്പോസ് ചെയ്ത ഞാനായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല, അനാവശ്യമാണ്, ഒഴിവാക്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞു. നന്ദു അത് തുടർന്നു. ഞാൻ വിചാരിച്ചതിലും മേലിൽ നന്ദു എത്തി. അന്ന് ഓള് നേഴ്സായതുകൊണ്ട് ഓളിനെ കുറേ കളിയാക്കിയിട്ടുണ്ടേനി. ഓള് UK പോയി ഡോളർ സമ്പാദിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി. ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് ഡോളർ സമ്പാദിക്കുന്നുണ്ട്. സംഭവം സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഹാപ്പി ആയിരിക്കും. പക്ഷേ എനിക്ക് നല്ലൊരു പാർട്ട്ണറെ കിട്ടി. ഓളിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് വെറുതെ.
ചെറിയ ചെറിയ കാര്യങ്ങൾ സപ്പോർട്ട് ഉണ്ട്. യൂട്യൂബ് നല്ലൊരു ഓപ്ഷനാണ്, കരിയറാണെന്ന് നോക്കി ബിൽഡ് ചെയ്യാൻ പറ്റുകൊണ്ട് യൂട്യൂബിൽ ലൈഫ് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഫോട്ടോഗ്രാഫിയും വീഡിയോ വർക്കൊക്കെ ആയിട്ട് പോകുന്നത് അതൊന്നും ഇവിടെ മാറ്റർ അല്ല. ഇതെങ്ങനെ തുടങ്ങിയതാണ് ചോദിക്കുന്നത്. നന്ദുവാണ് ഹലോ. ഞാൻ ഹലോ അയച്ചു. നന്ദു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഹലോ അയച്ചു. ഞാൻ ആദ്യമൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇൻസ്റ്റ തുടങ്ങിയ സമയത്താണ് എനിക്കൊരു ഹലോ കിട്ടിയത്. ഞാൻ നന്ദുവിന് റിപ്ലൈ കൊടുത്തു. ചടങ്ങ് മാത്രം കഴിഞ്ഞു. നല്ല ചോറും സാമ്പാറും 4-5 കൂട്ടം ഉപ്പേരിയും പപ്പടവും പായസവും അയച്ചിട്ട് കംപ്ലീറ്റ് അവിടെ തന്നെയാണ്. എടുത്തേക്കണോ അല്ലെങ്കിൽ ഞാൻ എടുത്തേക്കണോ അങ്ങനെയുള്ള സിറ്റുവേഷനാണ്. ഇപ്പോൾ ആള് മാറിയിട്ടുണ്ട്. എല്ലാം പഴയ കാര്യങ്ങളും അങ്ങനെ തന്നെ. പക്ഷെ എന്നാലും ഈ സ്വന്തമായിട്ട് പഠിച്ചതാണ്, യൂട്യൂബിൽ നോക്കി. അവൻ കുട്ടിക്കാലം തൊട്ടേ വളരെ ചെറുതാകുമ്പം തൊട്ടേ അവൻ്റെതായിട്ടുള്ള വേറൊരു തരത്തിലുള്ളൊരു കളികളായാലും എന്തായാലും എനിക്ക് ഉൾക്കൊള്ളാനേ പറ്റുകയില്ലായിരുന്നു അവരൊരിക്കലും. എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്കിഷ്ടമുള്ള പോലെ ചെയ്ത് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. അവർക്ക് ഞാൻ എന്തായാലും ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടേനി ഓൾറെഡി. പക്ഷേ അമ്മയും എല്ലാവരും സപ്പോർട്ടാണെങ്കിലും ഒരു ശത്രുത എല്ലാത്തിലും ഉണ്ടേനി. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിനി ഇവിടെ ഫാമിലിയിൽ നിന്നേനി. ഇവിടെ ഫാമിലിയിൽ ആരും സപ്പോർട്ടില്ലേനി, ആരും കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടേനി. ഉണ്ടേനിയോ ആർക്കും സപ്പോർട്ട് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഇല്ലേനി. പക്ഷേ അങ്ങനെയൊന്നല്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു മനസ്സിലാക്കി. ഇല്ല, സപ്പോർട്ടല്ലായിരുന്നു. പക്ഷെ നന്ദുവിനെ സംസാരിച്ച് നന്ദുവിനെ മനസ്സിലാക്കിയപ്പോൾ ആണ് അവരിത് സമ്മതിച്ചത്. അവർക്ക് ഞാൻ പറഞ്ഞിട്ടൊന്നും നന്ദു എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. പക്ഷെ നന്ദുവിനോട് നേരിട്ട് സംസാരിച്ചപ്പോൾ നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അവർ സമ്മതിച്ചത്. അങ്ങനെയാണത് ഇവിടം വരെ എത്തിയത്. ഞാൻ സംസാരിച്ച അമ്മേ അച്ഛാ എനിക്ക് കുട്ടീനെ തരണേ എന്ന് പറഞ്ഞ് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചു. ഞാൻ നോർമലി ഞാൻ സാധാരണ പോലെ സംസാരിക്കല് അല്ല, ഞാൻ അങ്ങനെ സാധാരണക്കാരനായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സംസാരിച്ചു. ഞാൻ നോക്കിക്കോളാം, കുഴപ്പമില്ല, ഞാനാണ് സംസാരിച്ചത്. അപ്പം അവരും നോക്കും. നന്ദുവിൻ്റെ വേർഡ്സ് കേട്ടപ്പോൾ നോക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് അവരും ഇത്. അല്ലല്ല, ഞാൻ അങ്ങനെയൊന്നും രീതിയിൽ സംസാരിച്ചില്ല. ഓർക്ക് എന്നെ ഇഷ്ടമായി, ഓർക്കും ഞാൻ സംസാരിക്കുന്നതൊക്കെ ഓക്കെയാണ്. ഒരു നോർമലി രീതിയിലാണ്, കള്ളത്തിലല്ല, ചതിയില്ല, തെണ്ടിത്തരൊന്നും കാണിക്കില്ല എന്നുള്ള തോട്ട് ഉണ്ടായതുകൊണ്ടാണ് എന്നെ ആക്സെപ്റ്റ് ചെയ്തത്. പിന്നെ സാധാരണക്കാരനെ പോലെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അവർക്ക് ഫാമിലി ആക്സെപ്റ്റബിൾ ആണ്. കാരണം അങ്ങനെ സിറ്റുവേഷനിലൂടെ വളർന്ന ഒരാളായതുകൊണ്ട് അവർക്ക് എന്നെ ഇഷ്ടമായി. അതന്നെ സംഭവം. അല്ലാണ്ട് ഇങ്ങനെയൊന്നല്ല. അവനെ മനസ്സിലാക്കാനും പറ്റില്ല. ഇതുവരെയും എനിക്ക് നന്ദുവിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ശരത്ത് എന്ന് പറഞ്ഞാൽ എല്ലാമായ ഞങ്ങൾ സ്വന്തം അളിയനാണ്. വാക്കുകളില്ല വർണ്ണിക്കാൻ. എന്തൊക്കെയായാലും ഭയങ്കര ഫാമിലി ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ്സ് ഉള്ള നല്ലൊരു ആളായിട്ടാണ് തോന്നിയത്. എന്ത് കാര്യത്തിനും എവിടെയും ഏത് സിറ്റുവേഷനിലായാലും വിളിച്ചാൽ കൂടെ എപ്പോഴും ഉണ്ടാവും. അതെ. നന്ദുപാപ്പ സൂപ്പറാണ്, നല്ല കച്ചറൊക്കെയാണ്. ഒപ്പം നോക്കിയാലും കളിക്കാനൊക്കെ കൂടും. നന്ദുപാപ്പ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്ര ഫേമസ് ഒക്കെ ആയേ. അല്ലേ ഞാൻ ഇങ്ങനെ അതിലെ കൂടെ ഒക്കെ നോക്കി. എന്താ പറയാള്, നന്ദുപാപ്പനൊക്കെ ഇഷ്ടമാണ്. എപ്പോൾ വിളിച്ചാലും വരും. അപ്പോൾ നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ ഒരു നല്ലൊരു ജീവിത പങ്കാളി വരുമ്പോൾ. പിന്നെ ഞാനും ഏട്ടൻ ഏറ്റവും കൂടുതൽ ബോണ്ടാകുന്ന ഗെയിം കളിച്ചിട്ടാണ്. എൻ്റെ ഏറ്റവും നല്ലൊരു എതിരാളിയാണ് ഏട്ടൻ. പക്ഷെ ഞാൻ ഏട്ടന് വലിയ എതിരാളി ഒന്നല്ല, എപ്പോഴും എന്നെ പൊട്ടിച്ചുകൊണ്ട് നിൽക്കും. ഇന്നലെ വരെ ബ്ലറിൽ ഞാൻ 10 തവണ പൊട്ടി നിൽക്കുകയാണ്. സങ്കടമുണ്ട്. പക്ഷെ നാളെ റീമാച്ച് ഉണ്ടാവും എന്നുള്ള സന്തോഷത്തിലാണ് നിൽക്കുന്നത്. വേറെ ഏട്ടൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പം അടിപൊളിയാണ്. എന്ത് ആവശ്യത്തിന് വിളിച്ചാലും അപ്പം ഓടിയെത്തും. ഇവരെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. കോളേജ് പഠിക്കുമ്പോൾ നമ്മൾ കോളേജ് ക്ലാസ്സിലൊക്കെ കിടന്നുറങ്ങലായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന് സ്കൂട്ടർ നിർത്തിയിട്ട് സ്കൂട്ടറിൽ സംസാരിക്കുന്ന കേൾക്കാം. ഫുൾ സംസാരിക്കൂ. പിന്നെ രാത്രി ഞാൻ ഇടയ്ക്ക് റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ റൂമിൽ നിന്ന് ഇങ്ങനെ ഫുൾ സംസാരം. രാവിലെ എണീറ്റ് വരുമ്പോൾ സംസാരം തന്നെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവരെങ്ങനെ ഉറക്കം അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന്. പിന്നെ അമ്മയും അച്ഛനും പൊക്കി. പിന്നെ വീട്ടിൽ വലിയ കുറേ സീൻ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് ഇവർ സെറ്റാവുമെന്ന് മനസ്സിലായപ്പോൾ വിട്ടേച്ച് അവരെ വഴിക്കാട്ടെ വിചാരിച്ച് അങ്ങനെ നല്ല രീതിയിൽ പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇവർക്ക് നല്ല വിശ്വാസം.
എന്താ ഒരു വക കാര്യം പറഞ്ഞാൽ കേൾക്കൂല. ഓൻ എന്ത് തോന്നുന്നു അത് മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഓൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. രണ്ടുമില്ലേ പോരെ ഉള്ളൂ. ക്യാമറ വാങ്ങിക്കൊടുത്ത് അവൻ്റെ ഇഷ്ടം എന്താണോ അതിലേക്കാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്ത് അവൻ്റെ ഇഷ്ടം പറഞ്ഞ് ഞങ്ങൾ നിർബന്ധിക്കാതെ അവൻ്റെ ഇഷ്ടത്തിന് ഞങ്ങൾ വഴങ്ങി. അങ്ങനെ ഇപ്പോൾ ഒരു നല്ല നിലയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള എൻ്റെ അഭിപ്രായം. ഇനി ഉന്നതങ്ങളിൽ എത്തട്ടെ, അതിന് സഹായിക്കട്ടെ എന്ന്. അങ്ങനെ ഇപ്പോൾ ഒരു നല്ല നിലയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള എൻ്റെ അഭിപ്രായം. ഇനി ഉന്നതങ്ങളിൽ എത്തട്ടെ, അതിന് സഹായിക്കട്ടെ എന്ന്. നന്ദോണ്ണ വെച്ച് പറയുകയാണെങ്കിൽ നന്ദോണ്ണ നല്ല വൈബാണ്, നല്ല കച്ചറയാണ്, നല്ല അലമ്പാണ്, നല്ല വൈബാണ്. എന്താട്ടെ കമ്പനി അടിച്ചാൽ സൂപ്പറാ. ഏട്ടൻ എക്സ്ട്രാവേർട്ടാന്ന് എല്ലാവരും വിചാരിക്കും, പക്ഷെ തനി ഇൻട്രോവേർട്ടാണ്. നല്ല കമ്പനിയായ മാത്രമേ ഏട്ടൻ കയറി സംസാരിക്കുക ഒക്കെ ചെയ്യുള്ളൂ. പക്ഷെ കമ്പനിയായ ഭയങ്കര പ്രയാസാ. ഇവളെ ഡെയിലി പോയി ദിവസക്കുത്ത് പറഞ്ഞ 5-10 എണ്ണം കുത്തിയിട്ടേ വരുള്ളൂ. ആ പ്രയാസത്തെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? നല്ല ആളാണ് ദേവുന്റെ അനിയത്തിയാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയാണ്. ആള് വീഡിയോ കോൾ ഉണ്ട് ഇത്രയും നേരം, ഫുൾ ടൈം വീഡിയോ കോൾ തന്നെയാണ് ആള്. ഞങ്ങൾ ഫുഡും കാര്യങ്ങളും സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ചോറ്, ഉപ്പേരി, പപ്പടം, പായസം, അവിയൽ, കൂട്ടുകറി, ഉപ്പേരി എല്ലാ ഐറ്റംസ് ഉണ്ട്. പപ്പടത്തിൽ 2 വിധം പായസം ഉണ്ട്. നല്ല തൂഷനെല്ലാം ഇട്ടിട്ട് ചോറങ്ങോട്ട് വിളമ്പിട്ട് കഴിക്കും. ഏത് മൂടി കല്യാണം കഴിഞ്ഞ സന്തോഷം. ലോക വെറുപ്പിക്കലാണ് എല്ലാരും. ഇന്ന ആള് ചെറിയ ആള് വലിയ ആളെന്നൊന്നുമില്ല, എല്ലാരെയും ഒരുപോലെ വെറുപ്പിക്കും, ഒരുപോലെ തല്ലും, തിരിച്ചും കൊടുക്കലുണ്ട്. പക്ഷെ വലിയ ആൾക്കാരാകുമ്പോൾ പിന്നെ തിരിച്ചടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, എന്നാലും പരമാവധി കൊടുക്കലുണ്ട്. ഈ അടുത്തല്ലേ കൂടുതൽ വെറുപ്പിക്കാൻ തുടങ്ങി? ഈ അടുത്ത് കുറച്ചടുത്ത്. അല്ല, ഇത്രയും കാലം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇതൊക്കെ, തല്ലു കുത്ത്, വീട്ടില് ഫുൾ അടി, വാതിലടക്കല്, ഓടല്, ഇതൊക്കെയായിരുന്നു. ഇപ്പൊ എനിക്ക് കുറച്ച് ശമനം ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും നന്നായി കൊടുക്കാൻ തുടങ്ങിയതിനെ കൊണ്ട് എനിക്ക് കുറച്ച് ഞാൻ സൈഡായിട്ടുണ്ട്. ആ സന്തോഷമുണ്ട് എനിക്ക്. അത്രേ ഉള്ളൂ. കല്യാണത്തിന്റെ തലേ ദിവസം ഞങ്ങൾ സപ്ലൈ പോയി, ഇൻവെർട്ടറും ഔട്ടായി പോയി. നല്ല മഴയായിരുന്നല്ലോ. അപ്പൊ വീഡിയോ കോൾ വിളിച്ചിട്ടാണ് ഇലക്ട്രീഷ്യനോട് നമ്മൾ അത് ഓരോന്നും ചോദിച്ചൊക്കെ ചെയ്തത്. അപ്പൊ ഞാൻ താഴേക്ക് ഇറങ്ങിയെന്നോ ഞാൻ ഭയങ്കര തള്ളാണെന്നും പറഞ്ഞുകൊണ്ട് 2 ദിവസം ഒരു സൗകര്യം തന്നില്ല. ഇപ്പൊ 6ാമത്തെ കൊല്ലം. എങ്ങനെ കണ്ടുമുട്ടിയത് പാലക്കാട് വെച്ച് കണ്ടുമുട്ടി. പാലക്കാട് റെയിൽവേ സ്റ്റേഷനാണ് കണ്ടത്. അങ്ങനെയാ കണ്ട്. പിന്നെ അതപ്പൊ കല്യാണം കഴിഞ്ഞ് ഏകദേശം 6 കൊല്ലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലോങ് തന്നെയല്ലേ. ലോങ് ഡിസ്റ്റൻസ് ആയിന്. ആളവിടെ ഇനി, ഞാൻ ഇവിടെ ഇനി. അങ്ങനെ അതിന് കഥ വലിയ കഥയാണ്. കഥ പറയാൻ മൊത്തമായിട്ട് പറയുന്നില്ല, പിന്നെ എന്താ പറയാം. എന്തായാലും ഇപ്പോൾ കല്യാണത്തിൽ എല്ലാവരും സദ്യ വിളമ്പി സദ്യ കാണിച്ചത് എല്ലാവരും ഇതാ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. പണിയെടുക്കാത്ത എൻ്റെ ചെങ്ങന്മാരടക്കം ഇപ്പോൾ പണിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ആകാശത അവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ അനിയൻ കണ്ണപ്പുണ്ട്. പിന്നെ അതാ ബാലേട്ടനാണ് പായസമൊക്കെ വിളമ്പുന്നത്. അടിപൊളി പായസം ഉണ്ട്. അച്ഛനും ഇവിടെ സജീവമാണ്, എല്ലാവരും ഇവിടെ സജീവമാണ്. അടിപൊളി ഫുഡാട്ടോ. എല്ലാവരും ഇത് അങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. പായസം എന്താ ചേച്ചി കല്യാണം കഴിഞ്ഞാൽ എന്താ മാമന്മാരുണ്ട്, മക്കൾസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. അതേപോലെ എൻ്റെ സെക്ഷനൊക്കെ അപ്പുറത്തായിരിക്കുന്നത്. ചേച്ചിമാരും മക്കളും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മേമ, ഇതാ ചെറിയ വാവ, ദാങ്കുട്ടാ. എന്റെ പേരെന്താ? പിന്നെ എല്ലാ ഫാമിലി അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മേൻ്റെ ഫാമിലി, അച്ഛൻ്റെ ഫാമിലി എല്ലാവരും അവിടെ ഉണ്ട്. പിന്നെ എൻ്റെ നാട്ടുകാരൻ്റെ ഫാമിലി ക്ലോസ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ചിട്ടുണ്ട്. അഖിലേഷ് ഇതാ എല്ലാവരും ഇത് അവിടെ ഉണ്ട്. എല്ലാവർക്കും അച്ഛമ്മ ഇതാ കാര്യമായിട്ട്. പിന്നെ ചോറ് വളർത്തുന്ന സുഹൃത്താണ്. എന്താണ് പേരെന്താ? കുറച്ച് ദേഷ്യത്തിലാ. ഇതവിടെ എല്ലാവരും ഉണ്ട്. ബീനേച്ചി, പാപ്പേച്ചി എല്ലാവരും ഇതാ സജീവാണ്. എന്തായാലും ഹാപ്പിയാണ് ഇങ്ങനെ കല്യാണം നടന്നതിൽ. എല്ലാവരും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു കല്യാണം നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവനെ സംബന്ധിച്ച് ഞാൻ ഒരു ശരിക്കുള്ളൊരു അമ്മയാണോ എന്ന് പറയാം എനിക്ക് അവനോട്. കൃഷ്ണപ്രിയ ദേവ് അവളെ ഇഷ്ടമാണെന്നുള്ളത് ആ കോവിഡിൻ്റെ സമയത്താണ് ഇങ്ങനെ ഓൺലൈൻ വഴി അവർ രണ്ടാളും കൂടെ എന്തോ ഒരു ഹായ് ഇട്ട് അങ്ങനെ പരിചയപ്പെട്ടതാണ് അവർ രണ്ടാളും. അപ്പം എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്, ഏതൊരു പയ്യനായാലും ഹായ് നിട്ട് കഴിഞ്ഞാൽ അതിനൊരു റിപ്ലൈ കൊടുക്കുന്ന, അതിൻ്റെ പിന്നാലെ പോകുന്നതിന് പകരമായിട്ട് നിങ്ങളെ അച്ഛനെയും അമ്മേനെയും ഒക്കെ ഒന്ന് ആലോചിക്കുക. നിങ്ങളെ വഴിയാണ്, നിങ്ങളെ ഇഷ്ടങ്ങളാണ്, അതൊക്കെ ആണെങ്കിലും നിങ്ങൾ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ രക്ഷിതാക്കൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും ശ്രമിച്ച ശേഷം നിങ്ങൾ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ. ഇപ്പം എന്തായാലും ഞങ്ങൾ അവൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് കൃഷ്ണപ്രിയനെ
മരുമകളായിട്ടല്ല ഞാൻ സ്വീകരിക്കുന്നത്, ഞാൻ മകളായിട്ടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മകളെ എന്തു പറയും, ഞാൻ ദേഷ്യപ്പെടലുണ്ട്, ചീത്ത പറയലുണ്ട്, അതൊക്കെ ഞാൻ ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോകുക. അതാ കൃഷ്ണപ്രിയ എത്രമാത്രം, അതായത് ദൈവം എത്രമാത്രം അതിനെ മനസ്സിലാക്കുന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ആയാൽ മാത്രമേ ഞാൻ റിയൽ ആവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു ഫേക്ക് ആയിട്ടുള്ള വേറൊരു മുഖം മൂടി ഇട്ടിട്ടായിരിക്കും ഞാൻ നിൽക്കേണ്ടി വരിക. ഞാൻ എപ്പോഴും റിയൽ ആയിട്ടുള്ള ഒരു അമ്മയാവാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനപ്പോൾ ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോവാം. ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെടും, ചിലപ്പോൾ ഞാൻ ചിരിച്ച് സംസാരിക്കും. ഞാൻ അങ്ങനെയുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ഒരാളാണ് ഞാൻ. അതുകൊണ്ടായിരിക്കും അങ്ങനെ. നന്ദു ഫാമിലീനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. കുറേ തെറ്റുകൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, കുറേ ശരികളുണ്ട്. എല്ലാവരും എപ്പോഴും ചേർത്ത് പിടിക്കാൻ അവൻ നോക്കലുണ്ട്. ഇനിയുള്ള ജീവിതത്തിലെ മുന്നോട്ടേക്കുള്ള വഴികളിൽ അവനെപ്പോഴും ശരികളിലൂടെയും നല്ല വഴികളിലൂടെയും മാത്രം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതും. അയ്യോ അമ്മ കരഞ്ഞ് അങ്ങ് എത്തിച്ചിട്ടുണ്ട്. എന്താ സംഭവം? അനുഗ്രഹം. പിന്നെ ഞാൻ നന്നായി പഠിക്കൂലേന്, പഠിക്കാൻ മാർക്കൊന്നും ഇല്ലെങ്കിൽ പിന്നെന്താ പറയണ്ടേ, ഞാൻ എന്നും പേപ്പറിൽ കിട്ടുന്ന മാർക്കിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു അമ്മയും ഞാൻ അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ അടിക്കുകയും ചീത്ത പറയും ഒക്കെ ചെയ്യായിരുന്നു. അതൊന്നും അല്ല. ഒരു കുട്ടീനെ വളർത്തുമ്പം ആദ്യം രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി വെള്ളക്കടലാസാണെന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയില്ല ഇനി. അതുപോലെ അവർ വളർന്നു വന്നോട്ടെ, അതിൽ നമ്മൾ കുത്തിവര ഇടാതിരിക്കുക. ഞാൻ അവൻ്റെ ലൈഫിൽ കുത്തിവര ഇട്ട ഒരു അമ്മയായിട്ട് എനിക്ക് തോന്നുന്നു. ഒരമ്മയും മക്കളെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരെ വളർത്തിയെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അവര് വളർന്നോളും. ഇല്ല അങ്ങനൊന്നുമില്ല. എല്ലാരും സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ ഫാമിലി ഉള്ളൂ. അമ്മ വെറുതെ അമ്മ ഇമോഷണൽ ആവുകയാണ്. അമ്മ എല്ലാ വർക്കിനും എല്ലാത്തിനും അമ്മയും സപ്പോർട്ടാണ്, ഫാമിലി ഫുള്ള് സപ്പോർട്ടാണ്, അച്ഛനായാലും എല്ലാവരും സപ്പോർട്ടാണ്. എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ തന്നെയാണ്. അമ്മ വെറുതെ അമ്മയാണ് ഐലൻഡറിനൊക്കെ തുടങ്ങിയപ്പോൾ അമ്മ സപ്പോർട്ടുണ്ട്, നന്ദിന്റെ ബ്ലോഗ് തുടങ്ങിയപ്പോഴും ഞാൻ മുക്കത്തെ തുടങ്ങിയപ്പോഴും എല്ലാ പേജിലും അമ്മയെ സപ്പോർട്ട്. അമ്മയ്ക്ക് വെറുതെ തോന്നുക. അപ്പോൾ അല്ലണമെന്നല്ല, അമ്മ എല്ലാവരും അടിപൊളിയാണ് കേട്ടോ. പരിപാടിയൊക്കെ കഴിഞ്ഞ്, കല്യാണം കഴിഞ്ഞ്, താലികെട്ട് കഴിഞ്ഞ്, സദ്യ കഴിഞ്ഞ്, ഫോട്ടോഷൂട്ട് കഴിഞ്ഞ്, ഇനി വീട്ടിലേക്ക് കയറി മധുരം കൊടുക്കലും കാര്യങ്ങളും കൂടി ഉള്ളൂ. എല്ലാം കഴിഞ്ഞ് അങ്ങനെ കല്യാണം കഴിഞ്ഞ് എന്ന് പറയാനായി. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക, കപ്പിള് അല്ല സിംഗിൾ. ഇന്ത്യ എടുക്കണ്ട, ഞാൻ കാണാൻ കളറില്ല എന്നാണ് പറഞ്ഞല്ലോ. പക്ഷെ കളറിൽ മാറ്റർ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിപ്പോൾ ഫാമിലിയൊക്കെ അവിടെ ഉണ്ട്. എല്ലാവരും ഇവരാരും ഫോട്ടോ എടുക്കില്ല, അവർ ബാക്ക് എൻഡ് ആയിട്ട് നിൽക്കുകയാണ്. എന്തായാലും സന്തോഷമായിട്ട്. ലൈൻ ഗൺ ആണ് മക്കളെ സാധനം. പടക്കൊക്കെ ഒട്ടിച്ച് തിരിച്ച് വീട്ടിലേക്ക് കയറുകയാണ്. അമ്മ വിളക്കും കാര്യങ്ങളൊക്കെ കത്തി വെച്ചിട്ട് അമ്മയും വല്യമ്മയും അതേപോലെ ചേച്ചിയമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ കയറുന്ന സമയത്തുള്ള ഒരു മൊമെൻ്റാണ് ഇരുന്നത്. അപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് നേരെ കയറി അകത്തേക്ക് പോകാമെന്നുള്ള ചടങ്ങാണ്. കാൽമൽ വിളക്കുന്ന് കിണ്ടി കൊണ്ട് കാല് കഴുകുന്നു. പിന്നെ വിളക്ക് വിളക്ക് ഇങ്ങനെ ആൾ കൈ കൊടുത്ത് ആളകത്തേക്ക് കയറി അരിയിട്ട് കയറുന്ന ചടങ്ങ് ഇവിടെ ഉണ്ടോ നിൽക്കാറില്ല. കണ്ടു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ട് തോന്നില്ലേ. അങ്ങനെ കല്യാണമൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. പിന്നെ അകത്തേക്ക് കയറുന്ന് അങ്ങോട്ട് കയറി അനിയത്തി അവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കൂടെ അങ്ങോട്ട് കയറുകയാണ്, കാലൊക്കെ വെച്ച് കയറുകയാണ്. അങ്ങനെയൊക്കെ ഇനി അകത്തുകൊണ്ട് ഇരുന്ന് പിന്നെ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ പാല് കുടിക്കുന്നൊരു ചടങ്ങുണ്ട്. അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴാണ് എൻ്റെ മക്കളെ അത് സീനാട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ചടങ്ങാണ് അതിനകത്തുള്ളത്. പിന്നെയും ചടങ്ങുകൾ ഓരോന്ന് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞ് തൂറ്റിപ്പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കയറിയതിനു ശേഷം എന്താ പറയുക, ഇന്നെ വ്ളോഗ് എടുക്കാൻ അവർ സമ്മതിക്കില്ല. ഒക്കെ ചെങ്ങന്മാരാണ് ഫോൺ താത്തിക്കാൻ പറഞ്ഞിട്ട് ഇത് സമ്മതിക്കുന്നില്ല. ഇവിടെ വിളക്കൊക്കെ കത്തിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതാനിപ്പോൾ മധുരം കൊടുക്കൽ ചടങ്ങാണ്. എനിക്ക് പാല് തീരെ ഇഷ്ടമല്ല. എന്തോ പാലിങ്ങനെ വാലാക്കി എനിക്ക് അമ്മോ ഛർദ്ദിക്കാൻ മറക്കത്. എന്നാലും കുഴപ്പമില്ല, ഓക്കെ ആണ്. ചടങ്ങായുണ്ട് അങ്ങനെയായി. അവിടെ കഴിഞ്ഞ് ഇപ്പോൾ ഇനി ഔട്ട്ഡോർ പോയി 2 ഫോട്ടോ എടുത്തിരുന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ ബിസി ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സാണ് എൻ്റെ കൂടെ ഉള്ളത്. അതാണ് പ്രശ്നം. ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു കാര്യമായിരുന്നു. ബക്കറ്റിലോ? പിന്നീട് പാല് കുടിക്കുന്ന ചടങ്ങ് കാര്യങ്ങളാണ് നടക്കുന്നത്. അമ്മമ്മയും അച്ഛമ്മയും അമ്മയും അതേപോലെ എല്ലാവരും വന്ന് തരുന്നുണ്ട്, പഴം കഴിക്കുന്നുണ്ട്. എല്ലാവരോടും തരണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടേനി. അതുകൊണ്ട് അമ്മമ്മയും അച്ഛമ്മയും തന്നിട്ട് പരിപാടി അവസാനിപ്പിക്കാന്നുള്ള പ്ലാനിങ് ആണ്. ചടങ്ങിൻ്റെ രീതി നടക്കട്ടെ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും ഹാപ്പി ആട്ടോ ഇവിടെ. എന്തായാലും സന്തോഷം. പിന്നെ അനിയത്തിക്കും തരണം എന്ന് പറഞ്ഞ ഒരു ഫോർമാലിറ്റിക്ക് അന്നപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ അതിന് ശേഷം ദേവുൻ്റെ വീട്ടിലെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് വന്ന് അവിടുന്ന് അവരെല്ലാവരും കൂടെ വന്നപ്പോൾ അവർക്കൊരു ചെറിയ ഒരു മുന്തിരി ഗ്രേപ്പ് ബോൾസ് ആണ് അന്ന് വാങ്ങിയെന്ന് തോന്നുന്നു. അതാണ് കൊടുത്തതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അല്ലെങ്കിൽ എന്തെങ്കിലും ലൈവ് അടിച്ചിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ കുറച്ച് കപ്പിൾ മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ആ ടൈം അങ്ങോട്ട് പോയി.
അത്രയേ ഉള്ളൂ. ഇന്നത്തെ ദിവസം പിന്നെ അല്ലാതെ വേറെ ഫങ്ഷൻസ് ഒന്നും വെച്ചില്ലായിരുന്നു അന്ന്. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ 2 കപ്പിൾസൊക്കെ എടുത്ത് പിന്നെ വീഡിയോ അങ്ങനെ ക്ലോസ് ചെയ്ത് അന്ന് നൈറ്റൊന്നും റിസപ്ഷനൊന്നും ഇല്ല, ചെറിയൊരു പരിപാടിയായിട്ട് നടത്താലോ വിചാരിച്ചിട്ടുള്ള പ്ലാനിങ് അല്ല അങ്ങനെ ചെയ്തത്. എന്തൊക്കെയാലും സോ ഹാപ്പി. ഇന്ന് ഇങ്ങനൊരു വർക്ക് എന്നായി എൻ്റെ വർക്ക് ഇങ്ങനെയൊക്കെ അടിപൊളിയായി നടന്നല്ലോ, പരിപാടി നടന്നല്ലോ അടിപൊളിയായിട്ട്. അത് ഒരുപാട് സന്തോഷം. എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവാൻ പറ്റിയതിലും ഒക്കെ ഒരുപാട് വലിയ സന്തോഷം. എന്തായാലും ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഐഡിൽ നന്ദുട്ടൻ എന്ന് പറഞ്ഞ പേജ്, നന്ദുട്ടൻ വ്ളോഗ് എന്ന് പറഞ്ഞ പേജൊക്കെ ഇപ്പോൾ ഡീആക്ടിവേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഭയങ്കര ആക്റ്റീവായിട്ടില്ല. അപ്പോൾ പെങ്ങൾക്കൊരു പേജൊക്കെ തുടങ്ങി ആ ടൈമിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ബാക്കിയുള്ള എല്ലാ പേജും ഓണാക്കി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലൈഫിലേക്ക് എത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ മൈൻഡിൽ ഗോയിങ് ത്രൂ ആയിട്ടുള്ളത്. എന്തായാലും ദേവൻ്റെ ഒപ്പമുള്ള നല്ല നല്ല ലൈഫ് അടിപൊളി ലൈഫായിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് മാറട്ടെ. അതിനുശേഷം ഈവനിങ് ആയപ്പോൾ കുറച്ച് ആൾക്കാരിവിടെ വന്നിട്ടുണ്ടെനി. പിന്നെ ദേവ് ഇറങ്ങുമ്പോൾ ദേവന് ഭയങ്കര വിഷമമായി അവർ പോകുന്ന ആ ടൈമിൽ. എന്നപ്പോൾ അങ്ങനെ ആൾക്കല്ല വിഷമമുണ്ട്. ആൾ കരയൊക്കെ ചെയ്ത് ആൾ കരയുന്ന കാണുമ്പോൾ ചിരി വരുന്നുണ്ട് എനിക്ക്. പക്ഷേ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, ആളെ നന്നായി നോക്കണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. സുന്ദരിയാണ്. അപ്പോൾ ആൾ പോകുന്നതിൻ്റെ വിഷമത്തിലാണ്. പിന്നെ അമ്മയും അച്ഛനും എല്ലാവരും ആളെ ആശ്വസിപ്പിച്ച് ആളവിടെ വരെ കൊണ്ടുപോയി. എന്തിനായി കരയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അമ്മ പറയലുണ്ട് ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് മോനെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. എന്തൊക്കെ പറഞ്ഞാലും ആൾ ഭയങ്കര സാഡായി ലൈഫിൽ ഈ സമയത്ത്. എന്നിട്ട് അതിന് ശേഷം ഇവിടുന്ന് കിച്ചു, ഗുണ്ടൂസ് എല്ലാവരും ഉണ്ടായിരുന്നു. സത്യം അങ്ങനെ ഓരോന്ന് പറഞ്ഞു. എല്ലാവരും ഇങ്ങനെ ആക്റ്റീവായി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ പോകുന്ന ഒരു പരിപാടിയാണ്. ഇനി അവരെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ വരിക. എല്ലാവരും സപ്പോർട്ട്, എല്ലാ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നത്, എല്ലാവരോടും സംസാരിച്ച് അങ്ങനെ ഇങ്ങോട്ട് പോവുകയാണ്. പിന്നെ അവരൊപ്പം കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാമല്ലോ വിചാരിച്ച് അതിനവിടെ എത്തി. അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാം കൊണ്ട് അടിപൊളിയായിനി. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മൊമെൻറ്റ്, നല്ല ലൈഫിലുള്ള ഒരു വലിയൊരു കാര്യമാണ് ഈ കല്യാണം റിസപ്ഷൻ. എന്തായാലും നമ്മളെ ലൈഫിലേക്ക് പുതിയൊരാൾ വരില്ലേ. അപ്പോൾ പുതിയൊരു ഫാമിലി. ഞാൻ കുറേ 6 കൊല്ലമായിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. എനിക്കാളെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ കല്യാണം വരെ എത്താൻ പറ്റിയതും അങ്ങനെ എല്ലാ ഫാമിലീൻ്റെ സപ്പോർട്ടും അനുഗ്രഹമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ പരിപാടിയൊക്കെ നടന്നത്. അപ്പോൾ എല്ലാവരും എനിക്ക് അച്ഛമ്മയ്ക്കും ഉമ്മയൊക്കെ തന്ന് അച്ഛനെ ബൈബയൊക്കെ പറഞ്ഞ് അവരെങ്ങനെ പോവുകയാണ്. വണ്ടി കയറി ആലപ്പുഴയിലാണല്ലോ ആളെ വീട്. നിങ്ങൾക്ക് അറിയാലോ, ഇനി പറയേണ്ട ആവശ്യമില്ല. എനിക്കറിയാം, ട്രാവലറാണ് പോയത്. പിന്നെ അതിന് ശേഷം ഞങ്ങളൊരു വീഡിയോ പിന്നെ ഫാമിലി കയറി. പിന്നെ അങ്ങനെയൊക്കെ അത്ര തന്നെ ഉള്ളൂ എന്ന് ഒക്കെ പറഞ്ഞ് വീഡിയോ എല്ലാം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ സപ്പോർട്ടും സന്തോഷം കൊണ്ടാണ് വീഡിയോ ഇത്ര വരെ എത്തി. എൻ്റെ ലൈഫ് ഇവിടെ വരെയൊക്കെ ആയതും ഇൻഫ്ലുവൻസറായിട്ടുള്ള ലൈഫൊക്കെ എനിക്ക് തന്നതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു ജീവിതം, ഫ്രീ ആയിട്ടുള്ള ജീവിതം തന്നതിൽ ഒരുപാട് സന്തോഷം സബ്സ്ക്രൈബേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയൊക്കെയാണ് ലൈഫ്. അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ബൈ ഫ്രം ശരത്ത് പുതിയടത്ത്, ഐഡിൽ നന്ദുട്ടൻ വ്ളോഗർ. ഓക്കെ, ശരി.